അപ്പോ ഇന്ന് നമ്മള് ഇന്നത്തെ ക്ലാസ് എന്തിനെ പറ്റിയാണെന്ന് ഞാൻ പറയാം. മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ചാണ്. നമ്മൾ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾക്ക് ഓഡിബിൾ ആണല്ലോ അല്ലേ? കേൾക്കാം. ലിഫ്ന, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പോ നമ്മൾ എപ്പോഴും എവിടെയും കേൾക്കുന്നുണ്ട് മൈൻഡ്ഫുൾനെസ് എന്ന്. അപ്പൊ അത് എന്താണെന്ന് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ചിന്തിക്കാം. ആ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ ഒരു ചെറിയൊരു മെഡിറ്റേഷൻ കൂടെ നമ്മൾ ഈ ഒരു സെഷന്റെ അവസാനം വെക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ പേര് ജിഷ, ഞാൻ എറണാകുളത്താണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്ത സജ്ന മാമിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അതുപോലെ വിംബിൾ അക്കാദമി നമ്മൾക്ക് ഈ ഒരു ചാൻസ് ഒരുക്കി തരുന്ന വിംബിൾ അക്കാദമിക്ക്, അതുപോലെ ഫൈസൽ സാറിന്, അതുപോലെ ഈ കൂട്ടായ്മ ഏറ്റവും നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. അപ്പൊ നമുക്ക് ഇന്നത്തെ സബ്ജക്റ്റിലേക്ക് കിടക്കാം അല്ലെ? നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ആഗ്രഹമില്ലേ എപ്പോഴും മൈൻഡ്ഫുൾ ആയിരിക്കണമെന്ന്? അതുപോലെ തന്നെ നിങ്ങൾ ശ്രമിക്കാറില്ലേ? ശ്രമിച്ചിട്ട് വിജയിക്കാറുണ്ടോ? ആർക്കെങ്കിലും ഒന്ന് പറയാവോ? മൈൻഡ്ഫുൾ ആയിരിക്കാനായിട്ട്, എപ്പോഴും മൈൻഡ്ഫുൾ ആയിരിക്കാനായിട്ട് ആർക്കെങ്കിലും ഒക്കെ പറ്റാറുണ്ടോ? നമുക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. ഇല്ല, നിഷമാൻ പറയുന്നു ഇല്ല, ചിലപ്പോഴൊക്കെ പറ്റും, പക്ഷെ മിക്കപ്പോഴും നമുക്ക് പറ്റാറില്ല. അതിന് കാരണം എന്താ? നമ്മുടെ മനസ്സില്, അതെ, എപ്പോഴും സജനാമാൻ പറയുന്നു എപ്പോഴും പറ്റാറില്ല. നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന വേണ്ടതും വേണ്ടാത്തതുമായ ചിന്തകൾ, അതാണ് നമുക്ക് മൈൻഡ്ഫുൾ ആയിരിക്കാനായിട്ട് സാധിക്കാത്തതിനുള്ള പ്രധാന കാരണം. ഒരു അമേരിക്കൻ ഇന്ത്യൻ എഴുത്തുകാരനായ, ബ്രിട്ടീഷ് ഇന്ത്യൻ എഴുത്തുകാരനും തത്വചിന്തകനുമായ അലൻ വാട്സ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് നല്ലൊരു ശ്രദ്ധേയമായ ഒരു കോട്ടിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, പ്രത്യേകിച്ച് ഈ മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് പറയുമ്പോൾ. അദ്ദേഹം പറഞ്ഞത്, മഡി വാട്ടർ ഈസ് ബെസ്റ്റ് ക്ലിയർ ബൈ ലീവിങ് ഇറ്റ് എലോൺ. നമുക്ക് എല്ലാവർക്കും അറിയാലേ, ഈ ചളിവെള്ളം ക്ലിയർ ആവുന്ന എപ്പോഴാ? നമ്മളത് വെറുതെ വിടുമ്പോൾ. നമ്മളെപ്പോഴും അതിൽ കൈകളിട്ടും കാലിട്ടും ഒക്കെ ഇളക്കിക്കൊണ്ടിരുന്നാല് ആ ചെളിവെള്ളം എപ്പോഴെങ്കിലും തെളിയോ? ഇല്ല, അതിങ്ങനെ കലങ്ങി മറിഞ്ഞ് തന്നെ ഇരിക്കും. പക്ഷെ നമ്മൾ കുറച്ചു സമയം നമ്മൾ വെറുതെ വെച്ചിരുന്നാല്, ഒന്ന് തൊടാതെ അനക്കാതെയൊക്കെ വെച്ചിരുന്നാല് അത് നല്ല ക്ലിയർ ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാം. ഉദാഹരണത്തിന് നമ്മളൊരു ബോട്ടിൽ കുറച്ച് വെള്ളം എടുത്തു, നല്ല ക്ലിയർ വാട്ടർ എടുത്തു, അതിലേക്ക് കുറച്ച് മഡ് ഇട്ടൊന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് കുലുക്കി ഒക്കെ വെച്ചെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് ആ ചെളി അതിൽ നിന്ന് വേർതിരിക്കണമെങ്കിൽ നമ്മൾ അതിൽ കൈയിട്ട് ആ ചെളിയൊക്കെ എടുത്ത് വേർതിരിക്കാനായിട്ട് നമുക്ക് പറ്റുമോ? ഇല്ല, ഒരിക്കലും നമുക്ക് അതിന് പറ്റില്ല. പക്ഷെ അതേസമയം നമ്മളത് വെറുതെ കുറച്ച് സമയം ഒന്ന് വെച്ചിരുന്നാല് ആ ചളിവെള്ളം, അതിലെ ആ ചെളിയൊക്കെ അടിയില് അടിഞ്ഞുകൂടി, അതേസമയം ആ മോൾ ഭാഗത്ത് നല്ല ക്ലിയർ ആയിട്ട് വാട്ടർ നല്ല ക്ലിയർ ആവും നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു പ്രോസസ്സ് നമ്മുടെ ചിന്തകളിൽ എങ്ങനെ വരുത്താം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് ചിന്തിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിന്റെ കാര്യവും ഇതുപോലെ തന്നെയാണെന്ന് പറഞ്ഞാൽ, എങ്ങനെ നമ്മുടെ മനസ്സ് നമ്മൾ വെറുതെ വെച്ചിരിക്കാൻ പറ്റും? നമുക്ക് ഒരുപാട് ചിന്തകൾ കടന്നു വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഓ, ഈ ചിന്ത എങ്ങനെ ഒന്ന് ഒഴിവാക്കാം, അല്ലെങ്കിൽ നമുക്കിത് വേണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സാണ് ഒരു ക്ലിയർ ഒരു വാട്ടർ പോലെയാണ്, നല്ല തെളിഞ്ഞ വെള്ളം പോലെയാണ് നമ്മുടെ മനസ്സ്. അപ്പൊ അതിലേക്ക് ഇടുന്ന ചെളിയാണ് നമ്മുടെ ടെൻഷൻസ്, അതുപോലെ നമുക്ക് വേണ്ടാത്ത ചിന്തകളൊക്കെ. അപ്പൊ അതൊക്കെ കടന്നു വരുമ്പോൾ നമ്മൾ അത് എങ്ങനെ അത് ഒഴിവാക്കാം, അല്ലെ എങ്ങനെ അത് ക്ലിയർ ആക്കാം എന്ന് വിചാരിച്ച് ഒരുപാട് വഴികൾ അതിനെതിരെ നമ്മൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കും അല്ലെ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിനോടൊക്കെ ഒരു മൽപ്പിടുത്തം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ദിവസം മുഴുവൻ രാവിലെ എഴുന്നേറ്റ ആ ഒരു സമയം തൊട്ട് നമ്മൾ എങ്ങനെ നമ്മുടെ മനസ്സിനെ നമ്മുടെ വരുതിക്ക് കൊണ്ടുവരാം എന്നുള്ള ഒരു മൽപ്പിടുത്തമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ ഒരു ആ കലക്കവെള്ളം പിന്നെയും കലങ്ങും എന്ന് പറയുന്നത് പോലെ ആയിത്തീരും നമ്മുടെ അവസ്ഥ. എന്ന് പറഞ്ഞാൽ കൂടുതൽ കൂടുതൽ കലുഷിതമായ ചിന്തകളും ടെൻഷനും എല്ലാം കൊണ്ട് അത് നമ്മൾ വെറുതെ അതിനെ വിടത്തില്ല. നമ്മൾ അതിനെ അങ്ങ് ഇപ്പൊ തന്നെ ശരിയാക്കി തരാം എന്നുള്ള ഒരു രീതിയിൽ അങ്ങോട്ട് ആ മനസ്സിനെ അങ്ങോട്ട് നല്ലപോലെ മനസ്സിനോട് അങ്ങ് പെരുമാറുകയാണ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ മനസ്സിനെ, നമ്മുടെ ചിന്തകളെ അതിന്റെ പാട്ടിന് വിട്ടേക്കുക. എന്ന് പറഞ്ഞാൽ
എന്ത് വേണമെങ്കിലും ചിന്തിച്ചോട്ടെ, എന്ത് വേണമെങ്കിലും കയറി ഇറങ്ങി പോയിക്കോട്ടെ. പ്രത്യേകിച്ച് ഒന്നും നമ്മൾ അതിനായിട്ട് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഈ ഒരു കലക്ക വെള്ളത്തില് വെള്ളം തെളിയുന്നത് പോലെ നമ്മുടെ മനസ്സ് തെളിഞ്ഞു വരുന്നത് കാണാം. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഈ മൈൻഡ്ഫുൾനെസിന്റെ മലയാളം എന്താന്ന് അറിയാവോ? ഓർത്തിട്ടുണ്ടോ? ശ്രദ്ധാപൂർണത. ശ്രദ്ധാപൂർണത എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ഒരു ശ്രദ്ധ. താങ്ക് യു സജാമ. പൂർണ്ണമായ ഒരു ശ്രദ്ധ നമ്മൾ അതിലോട്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞാല് അത് എങ്ങനെ അത് ഇല്ലാതാക്കാം എന്നുള്ളതല്ല. നമ്മളിപ്പോ ഒരു യാതൊരു മുൻവിധിയും ഇല്ലാതെ നമ്മുടെ ഉള്ളിലും നമ്മുടെ അകത്തും നമ്മുടെ ചുറ്റുപാടും എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനകത്തും നമ്മുടെ ശരീരത്തിന് പുറത്തും അല്ലെങ്കിൽ ചുറ്റുപാടും ഒക്കെ നടക്കുന്ന കാര്യങ്ങളെ യാതൊരു മുൻവിധിയും ഇല്ലാതെ നമ്മളത് അറിയുക എന്നാണ്. എന്താ നടക്കുന്നതെന്ന് നമ്മൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയാ മാറ്റങ്ങൾ, നമ്മൾ എന്തൊക്കെയാ ചിന്തിക്കുന്നത് എന്നുള്ള ഒരു ബോധപൂർവമായ ഒരു അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ ഇതിന് പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് ഉണ്ടായിരിക്കേണ്ടത്. മൊമെന്റ് ടു മൊമെന്റ് അവയർനെസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഓരോ നിമിഷവുമുള്ള ശ്രദ്ധ, ഓരോ മൊമെന്റിലും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ നോൺ ജഡ്ജ്മെന്റൽ അവയർനെസ്. നമ്മൾ അതിനെ ഒന്നും വിമർശനമില്ലാതെ, അല്ലെങ്കിൽ നമ്മൾ എന്താ ചിന്തിക്കുന്നത്, അയ്യോ ഈ ചിന്ത കടന്നു വന്നല്ലോ, ഇത് വേണ്ടായിരുന്നു എന്നുള്ള ആ ഒരു രീതി നമുക്ക് പാടില്ല. എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഓരോ മൊമെന്റിലും നമ്മൾ അവയർനെസ് ഉണ്ടാവണം. അതേസമയം നോൺ ജഡ്ജ്മെന്റിലും ആയിരിക്കണം. അപ്പൊ നമ്മുടെ മനസ്സിന്റെ സ്വാഭാവികമായ 2 ശീലങ്ങളാണ്. ചിന്തകളിൽ വരുന്ന 2 ശീലങ്ങൾ ഇതിനു മുമ്പ് നമ്മൾ പല ക്ലാസ്സുകളിലും കേട്ടിട്ടുണ്ട്. ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ചിന്തിക്കുക? നമ്മുടെ മനസ്സിൽ എന്തൊക്കെ ചിന്തകളാ, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പ്രധാനമായും 2 ചിന്തകളാണ് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ വരാറ്? അത് എന്തൊക്കെയാണെന്നൊന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ചിന്തകൾ എന്ന് പറയുമ്പം എന്തൊക്കെയായിരിക്കും നമ്മൾ ചിന്തിക്കുക? പാസ്റ്റ് ആൻഡ് പോസിറ്റീവ് ഫ്യൂച്ചർ. ആൻഡ് നെഗറ്റീവ്. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അല്ലേ? അതാണോ? പോസിറ്റീവ് നെഗറ്റീവ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനം ഇപ്പം സജന മാം പറഞ്ഞ പോലെ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ അല്ലെ? നമ്മള് പ്രസന്റ് മൊമെന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ശ്രദ്ധാപൂർണത അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേസമയം നമ്മൾ ചിന്തിച്ചറിയലോ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ എന്തിലേക്കാ കടന്നു പോകുന്നതെന്ന് ഓർത്താൽ അറിയാം. ഒന്നില്ലെങ്കിൽ പാസ്റ്റ് കഴിഞ്ഞു പോയ കാര്യങ്ങളായിരിക്കും, അതും ദുഃഖിക്കുന്ന വിഷമിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കും. അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ച് നടക്കാനുള്ള കാര്യങ്ങൾ, അതിന്റെ നല്ല വശങ്ങൾക്ക് ഉപരിയായിട്ട് അത് നടക്കുവോ ഇല്ലയോ എന്നുള്ള ടെൻഷൻസ്, അങ്ങനെ കഴിഞ്ഞു പോയ കാര്യങ്ങളും വരാനിരിക്കുന്ന കാര്യങ്ങൾക്കും ഇടയിലുള്ള അത് രണ്ടും കുറച്ചൊരു വലിയതായിരിക്കും. കഴിഞ്ഞു പോയത് നമ്മുടെ പാസ്റ്റ് കുറെ ഉണ്ട്, അതുപോലെ ഫ്യൂച്ചറും ഒരു പക്ഷെ കുറെ ഉണ്ടാകാമായിരിക്കും. പക്ഷെ ഈ പ്രസന്റ് എന്ന് പറയുന്നത് ഏറ്റവും ഒരു ഷോർട്ട് പീരീഡ് ആണ്. പക്ഷെ ആ ഒരു ഷോർട്ട് പീരീഡിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കില്ല. നമ്മളിങ്ങനെ ഒരു ഫുഡ് കഴിക്കുകയാണെങ്കിലും എന്തായിരിക്കും നമ്മൾ ഇപ്പം ഒരു പക്ഷെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരിക്കാം മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യാനായിട്ട്. ഇപ്പൊ ഒരു ചായ കുടിക്കുകയാണെങ്കിൽ അതിന്റെ ചൂടോ അതിന്റെ മധുരമോ ഒക്കെ ചിലപ്പോഴൊക്കെ നമുക്കത് മനസ്സിലോട്ട് വരുമെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ടെൻഷൻ ഒക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ടേസ്റ്റോ കൂടുതലോ കുറവുകളോ ചൂടോ തണുപ്പോ ഒന്നും നമ്മൾ അറിയുന്നേ ഇല്ല. കുടിച്ചു കഴിഞ്ഞോ അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുന്നേ ഇല്ല. പക്ഷെ നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് അത് ചെയ്യുകയാണെങ്കിൽ ശരിക്കും അത് ആസ്വദിച്ച് അതിന്റെ എല്ലാ ടേസ്റ്റും മനസ്സിലാക്കി നമുക്ക് അത് കഴിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ അതുപോലെ തന്നെ ആ മൊമെന്റിലുള്ള അവയർനെസ് പോലെ തന്നെ നമ്മൾ ഒരിക്കലും ജഡ്ജ്മെന്റ് ചെയ്യാൻ പാടില്ല. എന്ത് ചിന്തകൾ കടന്നു വന്നോട്ടെ, അയ്യോ ഈ ചിന്തകൾ ഇത്ര മോശമായി ഞാൻ ചിന്തിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ദേഷ്യമാണെങ്കിൽ ഇത്രയും ഞാൻ ദേഷ്യപ്പെടാൻ പാടില്ല, സങ്കടപ്പെടാൻ പാടില്ല എന്നുള്ള ഒരു ജഡ്ജ്മെന്റ് ഒരിക്കലും നമ്മുടെ ചിന്തകൾക്ക് നമ്മൾ കൊടുക്കരുത്. അത് ജസ്റ്റ് നമ്മൾ ഒന്ന് വാച്ച് ചെയ്യുക. അതിലപ്പുറം നമുക്ക് അതിലൊന്നും ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ച് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ കടന്നു വരുമ്പോൾ നമ്മൾ അത് ഓർത്ത് ടെൻഷൻ അടിക്കുന്ന ഒരു സ്വഭാവമൊക്കെ സ്വാഭാവികമായിട്ടും മനുഷ്യൻ എന്ന നിലയിൽ നമുക്കുണ്ട്. പക്ഷെ ആ ഒരു രീതി, അപ്പം അതിനോട് നമ്മൾ നമ്മുടെ പ്രതികരണം അല്ലെങ്കിൽ നമ്മുടെ വിമർശനാത്മകമായ സമീപനവും നമ്മൾ അതിനോട് എടുക്കാൻ പാടില്ല. നമുക്ക് ഇഷ്ടമില്ലാത്ത ചിന്തകളാണെങ്കിൽ പോലും അത് വന്നിട്ടുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മൾ നടത്തുക മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അതിനെതിരെ നമ്മൾ ഒരു പ്രതിവിധിയും കണ്ടുപിടിക്കാനായിട്ട് അങ്ങ് തലപുകഞ്ഞ് ആലോചിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഒരു മൈൻഡ്ഫുൾനെസ് നെ പറ്റിയുള്ള
ഗവേഷണങ്ങളിലൊക്കെ നമ്മൾ കണ്ടെത്തുന്നത്. അതുപോലെ തന്നെ ഈ ചിന്തകൾ വരുമ്പോൾ പ്രത്യേകിച്ച് രണ്ട് കാര്യങ്ങളാണ് നമ്മളുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നത്. ബാഹ്യമായ അല്ലെങ്കിൽ ഇന്റേണൽ ആയ കുറെ ഫീലിങ്സ്, അനുഭവങ്ങൾ, അതുപോലെ എക്സ്റ്റേണൽ ആയ അനുഭവങ്ങളും ഈ മൈൻഡ്ഫുൾനെസ് വരുമ്പോൾ നമുക്ക് അനുഭവപ്പെടാൻ സാധിക്കും. ഇന്റേണൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകള്, നമ്മള് ശ്വാസം എടുക്കുന്നത്, അതുപോലെ നമുക്ക് അനുഭവപ്പെടുന്ന ചൂട്, തണുപ്പ്, അങ്ങനെയുള്ള കുറെ ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധയോടെ ഇരിക്കണം. അതുപോലെ തന്നെ എക്സ്റ്റേണൽ എക്സ്പീരിയൻസ്, അതായത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ വഴി വരുന്ന നമ്മളുടെ എക്സ്പീരിയൻസ്, ഈ പുറത്തുനിന്ന് വരുന്ന കാര്യങ്ങൾ, നമ്മുടെ ശബ്ദം കേൾക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ ഭക്ഷണം കഴിക്കുന്നതൊക്കെ നമ്മുടെ പുറത്തുനിന്ന് വരുന്ന കാര്യങ്ങൾ. അപ്പൊ അതിലൊക്കെ നമ്മൾ അതെന്താണെങ്കിലും നല്ലതോ മോശമോ ഒക്കെ ആയാലും നമ്മൾ അതൊരു ഒരു സാക്ഷിയെ പോലെ അത് മനസ്സിലാക്കുക എന്നതിലുപരി വേറൊന്നും അവിടെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ തലച്ചോറ് എന്ന് പറയുന്നത്, നമ്മളിപ്പോ എത്ര ശ്രമിച്ചാലും നമ്മുടെ തലച്ചോറ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടി, ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഒക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അത് അതിന്റെ ഒരു ജോലിയാണ്. അപ്പൊ നമ്മൾ ആ ചിന്തകളെ കൂടുതൽ കലുഷിതമാക്കാതെ ഇപ്പൊ ശാന്തതയോടെ വിവേകത്തോടെ നമ്മൾ പെരുമാറിയെങ്കിൽ മാത്രമേ ആ ചിന്തകളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ശാസ്ത്രീയമായി തന്നെ ഒരുപാട് അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന നിരവധി ഗവേഷണങ്ങൾ വരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ തലച്ചോറിനെ പറ്റി. ഇപ്പോഴും നമ്മൾ ആൽബർട്ട് ഐൻസ്റ്റീൻ പോലും നമ്മുടെ തലച്ചോറിന്റെ ഒരു അംശം, ഒരു പെർസെന്റേജ് മാത്രമേ അത് ഉപയോഗിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ചിന്തകൾ എങ്ങനെ ആയിരിക്കണമെന്ന് നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. ഇപ്പം ഈ ചൂണ്ടയില് ഇരയെ കൊത്തി ഇങ്ങനെ അല്ലെങ്കിൽ കൊളുത്തിയിട്ടിട്ട് ഇര പിടിക്കുന്ന കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? മീൻ പിടിക്കുന്ന അല്ലെ? മീൻ പിടിക്കാനായിട്ട് നമ്മള് ചൂണ്ടയിൽ എന്തെങ്കിലും ഒരു മീൻ അട്രാക്റ്റീവായ എന്തെങ്കിലും ഒരു ഇരയെ കൊളുത്തിയിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കും മീൻ വന്ന് കൊത്താൻ വേണ്ടി. എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മള്, അതെ സൗമ്യ മിസ് മാം കണ്ടിട്ടുണ്ട്, ഷജില മാം കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ നമുക്കറിയാം, നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ മീൻ ഇങ്ങനെ ശാന്തമായ ഒരു പുഴയുടെ തീരത്ത് പോയി മീൻപിടുത്തക്കാരൻ ഇങ്ങനെ ഒരു ഇരയൊക്കെ ഇട്ട് കാത്തിരിക്കുമ്പോൾ എന്താണ്, ആ മീൻ വേണം, അത് തീരും. മീൻ അത് കാണുമ്പോ എന്താ, എന്നെ ഇങ്ങനെ കൊളുത്താനായിട്ട് ആരോ വന്നിട്ടുണ്ട്, ഇരിക്കുന്നുണ്ടെന്ന് മീനിന് അറിയാം. പക്ഷെ ആ ഇരയെ ഇങ്ങനെ എന്താ പറയാ, ഈ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രലോഭനം, ആ ഒരു പ്രലോഭനത്തിന്റെ ഇരയാവുകയാണ് ശരിക്കും പറഞ്ഞ മീൻ. അല്ലാതെ അതിങ്ങനെ ഇങ്ങനെ ഇരയെ നോക്കി ഇങ്ങനെ ഒരു ആക്ഷൻ ഇല്ലാതെ മീൻ ഇങ്ങനെ ഇരുന്ന ഇരയെ അല്ലെങ്കിൽ ആ മീൻപിടുത്തക്കാരന് മീനിനെ കിട്ടും ഇല്ല. എന്ന് പറഞ്ഞതുപോലെ ആയിരിക്കണം നമ്മളുടെ മനസ്സ് ഓരോ ഇരയെ ഇങ്ങനെ ഇട്ട് തരികയാണ് നമ്മളെ ഒന്ന് കൊളുത്താനായിട്ട്, നമ്മളതിൽ വീഴുവോ എന്നറിയാനായിട്ട്. അപ്പം ആ ആ ഒരു മീനിന്റെ ആ സ്വാഭാവികമായ രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആ ഇരയെ ഒന്ന് മനസ്സിലാക്കുക അല്ലെങ്കിൽ നോക്കുക എന്നുള്ളതാണ് ആ മൈൻഡ്ഫുൾനെസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു, എപ്പോഴും അത് മനസ്സിൽ വെച്ചിരിക്കുന്നുണ്ട്. എപ്പോഴും നമ്മൾ ആ ഇരയെ ഇങ്ങനെ വെറുതെ ഒന്ന് നോക്കുക, അതിലുപരി അതിന് ചാടി വീണ് അതിനെ വലിച്ചെടുക്കാൻ ശ്രമിച്ച, അല്ലെങ്കിൽ അതിനെ കിട്ടുമെന്നുള്ള ആ ഒരു വലിയ ആർത്തി അല്ലെങ്കിൽ അത്യാഗ്രഹം നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, നമ്മുടെ അല്ലെങ്കിൽ ആ മീനിന്റെ അന്ത്യമായിരിക്കും. എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മൾ ആ ഇരയുടെ പ്രലോഭനത്തിലൊക്കെ വീണിട്ട്, ഇര എന്ന് ഉദ്ദേശിക്കുന്ന നമ്മുടെ ചിന്തകള്, നമ്മുടെ പ്രലോഭനങ്ങൾ, ഇപ്പം ദേഷ്യപ്പെടാനുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ നമ്മൾ ചാടി വീണിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് അതിനെ അതിജീവിക്കാൻ കഴിയില്ല. നമുക്ക് ജീവിതം തന്നെ നഷ്ടപ്പെടുന്നതായിട്ടാണ് നമുക്കത് മനസ്സിലാകുക. അപ്പൊ നമ്മൾ ഇന്ന് ഒരു മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷൻ ചെയ്യാൻ പോവാണ്. അപ്പം എല്ലാവരും സ്വസ്ഥമായിട്ട് ശാന്തമായിട്ട് കണ്ണുകൾ അടച്ച് നട്ടെല്ല് നിവർത്തി ഇരിക്കുക. നമ്മൾ പലപ്പോഴും ആഗ്രഹിച്ച ആ ഒരു കാര്യം ഇന്ന് നമ്മൾ നേടിയെടുക്കാൻ പോവുകയാണ്. അപ്പം എല്ലാവരും കാലുകളൊക്കെ തറയിൽ ഉറപ്പിച്ച് വെക്കിയിരിക്കുന്നവരാണ്, ഉറപ്പിച്ച് വെക്കുന്നത്. നിലത്തിരിക്കണമെങ്കിൽ ചമ്രം പടിഞ്ഞൊക്കെ ഇരിക്കണമെങ്കിൽ
അങ്ങനെ ഇരിക്കാം. അപ്പൊ എല്ലാവരും സ്വസ്ഥതയോടെ നട്ടെല്ല് നിവർത്തി പറ്റുമെങ്കിൽ ഒന്ന് കണ്ണടച്ച് ശാന്തതയോടെ ഇരിക്കും. നമ്മുടെ ശരീരത്തില് യാതൊരു സമ്മർദ്ദവും കൊടുക്കാതെ അയച്ചിടുക. നമ്മുടെ ഓരോ അവയവങ്ങളും, നമ്മുടെ കൈകള്, കാലുകള്, ഓരോ മസിൽസും നമ്മളിങ്ങനെ അയച്ച് ശാന്തതയോടെ ശ്രദ്ധയോടെ ഇരിക്കുക. നമ്മുടെ പിരിമുറുക്കങ്ങളും ഭാരങ്ങളും എല്ലാം നമുക്ക് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ബോധപൂർവ്വം നമ്മുടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. അതുപോലെ ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നല്ലൊരു ഊർജം, ഈ പ്രപഞ്ചത്തിന്റെ, ഈ പ്രഭാതത്തിന്റെ നല്ലൊരു ഊർജം നമ്മിലേക്ക് നിറയുന്നതായിട്ട് ഭാവനയിൽ കാണുക. എല്ലാ നന്മകളും നമ്മിലേക്ക് നിറയുന്നതായിട്ട് ഭാവനയിൽ കാണുക. അതുപോലെ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നമ്മുടെ ഉള്ളിലെ പിരിമുറുക്കങ്ങള്, നമ്മുടെ ദുഃഖങ്ങളോ അല്ലെങ്കിൽ ഇന്നത്തെ ടെൻഷൻസ്, അതെല്ലാം അത് പുറത്തേക്ക് പോയി നമ്മൾ ഫ്രീ ആവുന്നതായിട്ട് ഒന്ന് എല്ലാവരും ഒന്ന് സങ്കല്പിക്കും. ശ്വാസം എടുക്കുമ്പോൾ എല്ലാ നന്മകളും, ഈ പ്രപഞ്ചത്തിലെ എല്ലാ നന്മകളും നമ്മുടെ ശരീരത്തിലെ ഓരോ സെല്ലിലും നിറയുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കുക. അതുപോലെ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നമ്മുടെ എല്ലാ പിരിമുറുക്കങ്ങളും, നമ്മുടെ എല്ലാ ടെൻഷൻസും, ഇന്ന് നമ്മൾ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ അതെല്ലാം പുറത്തേക്ക് പോകുന്നതായിട്ട് സങ്കല്പിക്കും. ഇനി നമ്മുടെ ശ്വാസം അത് സ്വാഭാവികമായി ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും, അതിന് യാതൊരു ശ്രദ്ധയും കൊടുക്കാതെ നമ്മൾ ഉള്ളിലേക്ക് ശ്വാസം എടുക്കുകയും അതുപോലെ പുറത്തേക്ക് വിടുകയും ചെയ്യും. ആ ഒരു ശ്വാസത്തെ ഒരു സാക്ഷി എന്നോണം നമ്മളിങ്ങനെ ശ്രദ്ധിക്കുക. ഒരു മൂന്നാമതൊരാളായിട്ട് നോക്കി കാണുന്ന രീതിയിൽ നമ്മുടെ ശ്വാസത്തെ ശ്രദ്ധിക്കുക മാത്രം ചെയ്യുക. ഇനി നമ്മുടെ ചിന്തയിലേക്ക് കുറച്ച് നാളുകളായിട്ട് നമ്മളെ അലട്ടുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു കാര്യം കൊണ്ടുവരിക. അതൊരു വളരെ വലിയൊരു ദുഃഖമല്ല, പക്ഷെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യം ഉള്ളിലേക്ക് എടുക്കുക. വളരെയധികം ബുദ്ധിമുട്ട് തോന്നുന്ന കാര്യമല്ല. അതേസമയം നമ്മൾക്ക് അങ്ങനെ വേണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ആ ഒരു പ്രശ്നത്തിൽ അകപ്പെടണ്ടായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന ചില കാര്യങ്ങളിൽ അങ്ങനെയുള്ള ഒരു കാര്യം ഉള്ളിലോട്ട് എടുക്കുക. അപ്പോ ആ ഒരു കാര്യത്തെ പറ്റി ഇപ്പോൾ നമ്മൾ ഓർത്തപ്പോൾ നമ്മുടെ ഉള്ളിലെ ഫീലിങ്സ് അതെന്താണെന്ന് നമ്മൾ തിരിച്ചറിയും. നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു ഭാരം ഉണ്ടായോ, അല്ലെങ്കിൽ നമ്മുടെ വയറിൽ ഒരു അസ്വസ്ഥത അനുഭവപ്പെട്ടു, അതുപോലെ നമുക്ക് വല്ലാത്തൊരു പിരിമുറുക്കം, തലയിലൊരു ഭാരം അങ്ങനെയൊക്കെ വന്നോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ശരിക്കും ഈ ഒരു സമയത്ത് ആ ഒരു അനുഭവത്തിൽ ശരിയോ തെറ്റോ അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല. ജസ്റ്റ് ആ ചിന്തകൾ നിലനിർത്തിക്കൊണ്ട്, എന്ത് കാര്യമാണെങ്കിലും അതിനെ പറ്റിയുള്ള ചിന്തകൾ നിലനിർത്തിക്കൊണ്ട് ശാന്തമായ ഒരു തെളിഞ്ഞ ഒരു തടാകം മനസ്സിൽ സങ്കല്പിക്കും. ആ തടാകത്തില് ഒരു മീൻ ഇങ്ങനെ സ്വതന്ത്രമായി ഓടിക്കളിക്കുന്നത്, ശാന്തമായി ഓടിക്കളിക്കുന്നതെന്ന് മനസ്സിൽ സങ്കല്പിക്കും. നമ്മുടെ മനസ്സിന്റെ സ്വാഭാവികമായ ഒരവസ്ഥയാണ് ആ മീനിനെ പോലെ ശാന്തതയോടെ, മറ്റൊന്നിനെ പറ്റി ടെൻഷൻ ആകാതെ ശാന്തതയോടെ ഓടിക്കളിക്കുന്ന, അതാണ് നമ്മുടെ മനസ്സിന്റെ സ്വാഭാവികമായ അവസ്ഥ. ഈ ഒരു സമയത്താണ് ആ മീനിന്റെ മുന്നിലേക്ക് ഒരു ചൂണ്ടയില് ഒരു ഇര കടന്നു വരുന്നത്. അതുപോലെ നമ്മുടെ മനസ്സിലേക്ക്, ആ ശാന്തതയുള്ള മനസ്സിലേക്കാണ് ഈ ഒരു ടെൻഷനും അനാവശ്യമായ ചിന്തകളും ഒക്കെ കടന്നു വന്ന് നമ്മൾ അതിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നത്. ഇപ്പൊ ആ മീൻ ആ ഇരയെ ഇങ്ങനെ ഒന്ന് ചാടി പിടിക്കാനായിട്ട് തോന്നും. ആ ഒരു മാനസിക അവസ്ഥയിലാണ് നമ്മൾ ശാന്തതയോടെ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന
വേണ്ടാത്ത ചിന്തകൾ, നമുക്ക് അതിനെ ഒന്ന് ഏറ്റെടുക്കാനായിട്ട്, അത് അതിൽ നിന്ന് കിട്ടുന്ന ആ, എന്താണെങ്കിലും നമുക്കറിയില്ല, പക്ഷെ നമുക്കൊരു ആകർഷണം തോന്നും ആ ചിന്തയിലായിരിക്കും, അല്ലെങ്കിൽ ആ ടെൻഷനിൽ അങ്ങ് മുഴുകിയിരിക്കും. അല്ലെങ്കിൽ ആ മീനിനെ വെച്ച് പറയുകയാണെങ്കിൽ മീനിന് ആ ചൂണ്ടയിലോട്ടൊന്ന് കൊത്താനൊക്കെ ഒരു പ്രലോഭനം തോന്നും. ആ ഒരു അവസ്ഥയാണ് ഇപ്പൊ നമ്മൾ അത് കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അങ്ങനെ ഒരു കാര്യം, ആ ചൂണ്ടയിലോട്ട് കൊത്താനുള്ള ആ മീനിന്റെ പ്രലോഭനം പോലെ നമുക്ക് വേണ്ടാത്ത ആ ചിന്തയിലേക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ മനസ്സിലേക്ക് ഇട്ട ആ ഒരു കാര്യത്തിലേക്ക് ഇപ്പോൾ നമ്മുടെ മനസ്സ് അതിനെ ഒന്ന് കൊത്താനായിട്ട്, അല്ലെങ്കിൽ ആ ചിന്തയെ ഒന്ന് അള്ളിപ്പിടിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു ചിന്ത, അല്ലെങ്കിൽ നമുക്ക് ടെൻഷനുള്ള ഒരു ചിന്ത ആയതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിന്റെ സമാധാനവും സന്തോഷവും ഒക്കെ നഷ്ടപ്പെടും. അപ്പൊ ആ ഇരയെ ചാടിപ്പിടിച്ച മീൻ ചാടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ജീവിതം തന്നെ നഷ്ടപ്പെടും എന്നതുപോലെ തന്നെ, അപ്പൊ നമ്മുടെ ചിന്തയുടെ കൂടെ അതിനെ ചാടിപ്പിടിക്കാതെ ആ ഒരു കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരിക മാത്രം ചെയ്യും. അത് നമ്മൾ ഉള്ളിലേക്ക് എടുക്കാതെ, ശരിക്കും നമ്മളത് ശ്രദ്ധിക്കുന്നതിൽ, ഇപ്പൊ അത് വന്നപ്പോ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ എന്താ ഉണ്ടായെന്ന് ഉള്ള ഒരു മാറ്റം, ഈ പ്രഭാതത്തിൽ നമ്മൾ ശരിക്കും ശാന്തമായ ഒരു മനസ്സോടെ ഇരിക്കുകയായിരുന്നു. ആ ഒരു സമയത്താണ് നമ്മൾ ഇങ്ങനെ ഒരു ടെൻഷൻ, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു വിഷമം നമ്മൾ ഉള്ളിലേക്ക് എടുത്തു. അപ്പൊ നമ്മൾ ഒന്ന് വെറുതെ ഒന്ന് ശ്രദ്ധിക്കുക, ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വന്നപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ഫീലിങ്സ് എന്ന് മാത്രം ശ്രദ്ധിക്കുക. അതിന്റെ ആ ഏതൊരു അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് എന്ന് മാത്രം നമുക്കിപ്പോ ഒന്ന് ചിന്തിക്കാം. ശരിക്കും പറഞ്ഞ ഈ ഒരു അവസ്ഥയിലാണ് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ അലൻ വാട്സ് പറഞ്ഞ മഡി വാട്ടർ ഈസ് ബെസ്റ്റ് ക്ലിയർഡ് ബൈ ലീവിങ് ഇറ്റ് എലോൺ എന്നുള്ള ആ ഒരു തിയറി എന്ന് പറഞ്ഞാൽ, ചെളിവെള്ളം വെറുതെ വെച്ചിരുന്നാൽ അത് ശാന്തമായി പോകും, അല്ലെങ്കിൽ അത് ക്ലിയർ ആവും എന്നുള്ള ആ ഒരു തിയറി നമുക്ക് ഇപ്പൊ ഇവിടെ പ്രയോഗിക്കാം. നമ്മുടെ ചിന്തകള്, ആ ശാന്തത നമ്മുടെ ഉള്ളിലേക്ക് എടുക്കാം നമുക്ക്. ഇപ്പൊ നമ്മുടെ മനസ്സിൽ ആ ഒരു ടെൻഷൻ ഉണ്ടാവുമ്പോൾ നമ്മൾ അതിൽ നിന്നും വേറൊന്നും നമുക്കുള്ളിലേക്ക് എടുക്കണ്ട. നമ്മൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക. അതുവഴി നമുക്കുണ്ടാവുന്ന ഫീലിങ്സ് ഒക്കെ നമ്മളൊന്ന് തിരിച്ചറിയുക. എന്നിട്ട് ശാന്തതയോടെ, സ്വസ്ഥതയോടെ നമുക്ക് ഇരിക്കാം. അതിൽ നിന്ന് കിട്ടുന്ന ആ ഫീലിങ്സ് മനസ്സിലാക്കുന്നതോടൊപ്പം നമ്മൾ അതിലേക്ക് ആഴത്തിൽ ഇടപെടാതെ ആ മീൻ ശ്രദ്ധയോടെ നോക്കിയിരിക്കുന്ന ഒരു അവസ്ഥ അതൊന്ന് നമ്മുടെ മനസ്സിലേക്ക് എടുക്കുക. അത് വെറുതെ നോക്കി നിന്നാൽ ഒരു പ്രശ്നവും ഇല്ല, അതിന്റെ ലൈഫ് സേഫ് ആയിരിക്കും എന്ന് പറഞ്ഞതുപോലെയാണ്. നമ്മൾ അങ്ങനെയുള്ള ചിന്തകൾ കടന്നു വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക, അല്ലാതെ എങ്ങനെ ഇതിനെ മറികടക്കാമെന്ന് സൊല്യൂഷന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓടിപ്പായാതെ, അതിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങൾ നമ്മൾ മനസ്സിനെ ഇപ്പൊ ശാന്തമാക്കി വെറുതെ വെക്കുക. ഇതും കടന്നു പോകും. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സമയത്ത് മൈൻഡ്ഫുൾ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുക. ഇപ്പൊ ഇന്നത്തെ ദിവസത്തിൽ നമുക്ക് ചെയ്യാനുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലേ, കുറെ നല്ല കാര്യങ്ങൾ. ആ നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. ബാക്കി ഉള്ള ആ ടെൻഷൻസ്, അതിനെ നമ്മൾ തൊടണ്ട, അതവിടെ ഇരുന്നോട്ടെ. അത് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധകൾ തിരിച്ചാൽ, അത് ശാന്തതയോടെ ഇരുന്നാല് നമുക്ക് മനസ്സിന്റെ പവർ നേടിയെടുക്കാൻ പറ്റും. അത് ഓട്ടോമാറ്റിക് ആയിട്ട് അതവിടെ ക്ലിയർ ആവുകയും ചെയ്യും. ആ ചെളിവെള്ളം അനക്കാതെ വെച്ചിരുന്ന തെളിയുന്നത് പോലെ നമ്മുടെ മനസ്സ് ക്ലിയർ ആവും. നമ്മൾ അറിയില്ല, നമ്മൾ അതിൽ തന്നെ നോക്കിയിരുന്ന നമുക്ക് വിഷമാവും, അല്ലെങ്കിൽ ഇത് ശരിയാവുന്നില്ലല്ലോ എന്നോർക്കും. പക്ഷെ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ മനസ്സ് വേറുള്ള കാര്യങ്ങളിലേക്ക്, നല്ല നല്ല കാര്യങ്ങളിലേക്ക്, ചിന്തകളിലേക്കൊക്കെ, നമുക്കിനി എന്താണോ വേണ്ടത്, കഴിഞ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഇനി നമുക്ക് എന്താണ് വേണ്ടത്, അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ഇന്നിപ്പോ ഇവിടെ ആയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ചെയ്തു തീർക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് നന്മകൾ, നമ്മളെ കൊണ്ട് ഈ ലോകത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ, അതിനെപ്പറ്റിയൊക്കെ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ഈ ഒരു
പ്രാക്ടീസ് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ദിവസത്തിന്റെ പല പ്രാവശ്യങ്ങളിലും നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാം, ബോധപൂർവം പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് തീരും. എല്ലാവരും ശാന്തതയോടെ ശ്വാസം, ഒരു നല്ലൊരു പുഞ്ചിരിയോടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും നമ്മുടെ ഉള്ളിൽ ഇപ്പം നിറഞ്ഞിരിക്കുന്ന ആ ഒരു വിഷമം, ആ ഒരു കാര്യം, അത് നമ്മുടെ ശ്വാസം പുറത്തേക്ക് വിടുന്നതിനോടൊപ്പം തന്നെ അത് പുറത്തേക്ക് പോട്ടെ. ബോധത്തോടെ അതെല്ലാം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നന്മകൾ നിറയുന്നതോടൊപ്പം ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ആ ചിന്തകളൊക്കെ, ആ ടെൻഷനൊക്കെ ഇല്ലാതായി തീരട്ടെ. അത് നമ്മുടെ പുറത്തേക്ക് പോകട്ടെ. അത് ഈ പ്രപഞ്ചത്തിൽ അലിഞ്ഞലിഞ്ഞ് ഇല്ലാതാകും. ആ ഒരു ഫീലിങ്ങോടുകൂടെ, സന്തോഷത്തോടുകൂടെ, പുഞ്ചിരിയോടുകൂടെ നമുക്ക് കണ്ണുകൾ തുറക്കാം. ഓക്കെ, താങ്ക് യു. എല്ലാരും ഉറങ്ങിപ്പോയോ? മെഡിറ്റേഷനിൽ മുഴുകിയതാണ്. കണ്ണൊക്കെ അടച്ച എല്ലാരും ഉറങ്ങിപ്പോയോ? അപ്പൊ ഇത്രയും സമയം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി. അപ്പൊ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് ടെൻഷൻസ് വരുമ്പോ, വിഷമങ്ങൾ വരുമ്പോ, വേണ്ടാത്ത ചിന്തകൾ എന്ന് വരുന്ന കാര്യങ്ങളൊക്കെ വരുമ്പോ ശാന്തതയോടെ ഇരിക്കുക. ആ ചിന്തകളിൽ കെട്ടിമറിഞ്ഞ് നമ്മൾ അത് ക്ലിയർ ആക്കാനായിട്ട് അങ്ങ് വല്ലാതെ പരിശ്രമിക്കാതെ അതിനെ അതിന്റെ പാട്ടിന് വിടുക. എല്ലാവർക്കും ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാനോ സജഷൻസ് പറയാനൊക്കെ ഉണ്ടെങ്കിൽ പറയട്ടോ. സജിന മാം, താങ്ക് യു. ജിഷ മാം, നിഷ മാം, ഷജില മാം, താങ്ക് യു. കൂടുതൽ സുന്ദരിയായിരിക്കുന്നു. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് ഞാനും യു. മാം പോയിരുന്നു മാം. യു ലുക്കിംഗ് വെരി ബ്യൂട്ടിഫുൾ ടുഡേ. നല്ല അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു മൈൻഡ്ഫുൾനെസ് ലിസ്ന. ടോപ്പിക് ഇങ്ങനെ ആയതുകൊണ്ടാണോ ഇത്രയും ചാമിങ് ആയിട്ട്? നമ്മള് എന്താ പറയാ, ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണമെന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത. ഇന്ന് എല്ലാവർക്കും അവധിയല്ലേ? യെസ്. ഇല്ലേ, പോകണ്ടല്ലോ അല്ലേ? ഞാൻ ഓർത്തു അവധിയായിട്ട് എല്ലാവരും രാവിലെ കിടന്ന് ഉറങ്ങായിരിക്കും മൂടിപ്പോച്ച്. കമ്മലാണ് ഇഷ്ട സജന. ഇന്നലെ രാത്രിയാണ് ഞാൻ കണ്ടെത്തിയത്. എല്ലാം ഇന്നലെ രാത്രിയായിരുന്നു. എല്ലാം പെട്ടെന്നായിരുന്നു. സജനാമ പറഞ്ഞപ്പോ എന്ത് പറയുന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. പക്ഷെ എനിക്ക് പെട്ടെന്ന് കിട്ടിയൊരു സബ്ജക്റ്റാ. നമുക്ക് ഏറ്റവും ഉപകാരപ്പെട്ട ഒരു സബ്ജക്റ്റ് ആണെന്ന് തോന്നിയോണ്ട് അത് തന്നെ എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ് അല്ലേ? സജന മാം പറയണ്ടായിരുന്നു, ടോപ്പിക് ഏറ്റെടുത്ത ആള് തപ്പിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞത്. ഇപ്പം കമ്മലായിരുന്നു തപ്പിയിരുന്നത്. അതേ ടോപ്പിക് ആയിരുന്നു. യാത്രയാ. കമ്മൽ പെട്ടെന്ന് കിട്ടി, അധികം തപ്പേണ്ടി വന്നില്ല. ഞാൻ മാം ഓർ അൻസാർ, അർച്ചന മാം ഇങ്ങനെ മൂന്നിലൊരാളായിരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നി ആരെങ്കിലും ആയിരിക്കും. ഞാനിങ്ങനെ മാറി മാറി തെന്നി എന്താ മീനിനെ പോലെ വഴുതി പോവായിരുന്നു. പക്ഷെ സജന മാം ചോദിച്ചപ്പോ എനിക്കൊരു ധൈര്യം കിട്ടി. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ട്രീറ്റ്മെന്റിലൊക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ അത് കഴിഞ്ഞ് എന്റെ കഴിഞ്ഞ ക്ലാസ്സൊക്കെ ഇങ്ങനെ കയ്യിൽ നിന്ന് വിട്ടുകൊടുത്തു. അപ്പോ പെട്ടെന്ന് ചോദിച്ചപ്പോ ആദ്യം വേണോ, പിന്നെ വിചാരിച്ചു എന്ന് സജന മാം അങ്ങനെ പറഞ്ഞെങ്കിൽ എനിക്കൊരു എനർജി വരും എന്ന്, എന്തോ അങ്ങനെ ഒരു എനർജി കിട്ടി. അങ്ങനെയായിരുന്നു. എന്ന് കണ്ടു. താങ്ക് യു. നല്ല സെഷനായിരുന്നു. മൈൻഡ്ഫുൾനെസ് എപ്പോഴും നമുക്ക് പറഞ്ഞ പോലെ എപ്പോഴും നമുക്ക് മൈൻഡ്ഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റാറില്ല. എന്നാലും നിനക്ക് കേൾക്കുമ്പോൾ അത് ഓർമ്മ വരും. മൈൻഡ്ഫുൾ അതെ. ഒരു നല്ലൊരു ടെക്നിക്ക്. ഇതൊരു ബുക്ക്, ഒരു പവർ ഓഫ് നൗ പറഞ്ഞിട്ടുള്ള ഒരു ബുക്കിൽ മെയിൻ ആയിട്ട് പറയുന്ന ഒരു കാര്യം നമ്മളെ തോട്ട്സിനെ നമ്മൾ ഒബ്സർവ് ചെയ്യാന്നുള്ളത്.
അതായത് നമ്മളുടെ ഉള്ളിലേക്ക് അതിനെടുക്കാണ്ട് നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്യാനായിട്ട് ബോധപൂർവ്വം നമ്മൾ ആ ഒരു പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ അതെ. ഇങ്ങനെ അനാവശ്യമുള്ള തോട്ട്സുകൾ വരില്ല. അതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്നിട്ട് ഒരുപാട് പേർക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി എന്നാണ് ആ ബുക്കിൽ വായിക്കുന്നത് കേട്ടാ. അതെ അത്രയും അല്ലേ? എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ആണ് ഇപ്പൊ മാം പറഞ്ഞു തന്നത്. ഞാൻ കുറെ നാൾ മുമ്പ് ഈ ഒരു ബുക്ക് വായിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഇങ്ങനെ ഈ ഒരു ഇതായിരുന്നു പറഞ്ഞിരുന്നത്. നമ്മുടെ അതെ തോട്ട്സുകൾ ചെയ്യാന്നുള്ളത്. അപ്പൊ ഇങ്ങനെ അതെ ചിന്തകൾ നമ്മള് ഇങ്ങനെ അടങ്ങി അടങ്ങി പോകുന്നാണ് പറയുന്നത് അനാവശ്യമായിട്ടുള്ള. ഉം പക്ഷെ നമ്മളത് ഓർക്കില്ല. ചിന്തിച്ചോണ്ടിരിക്കുമ്പോ നമ്മളത് ഓർക്കില്ല അല്ലെ? നമ്മള് കാട് കയറി പോകും. ജസ്റ്റ് വാച്ച് യുവർ മൈൻഡ് എന്നാണ് അത്ര പറയാ. നമ്മൾ അതെ അതെ. വാച്ച് ചെയ്താൽ മതി, റിയാക്ട് ചെയ്യണ്ട. അപ്പൊ റിയാക്ട് ചെയ്തില്ലെങ്കിൽ നേരത്തെ മാം പറഞ്ഞില്ലേ, ഈ നമ്മള് ഇരയിട്ട് കൊടുത്തു, മീനിങ്ങനെ നോക്കി അതെ നിന്നാൽ കാര്യമില്ല. ചൂണ്ടയിൽ കൊളുത്തുമ്പോഴേ ഉള്ള പ്രശ്നം, റിയാക്ഷനാണ് പ്രശ്നം. അപ്പൊ അതെ ഈ സ്ട്രെസ്സിന്റെ കാര്യമാണെങ്കിലും നമ്മുടെ സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ചുറ്റും ഒരുപാടുണ്ട്. അതൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അതെ പക്ഷെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ അതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അതെ. ഒരു സിനിമയില്ലേ ഹരികൃഷ്ണൻസ്, അതിനകത്ത് ഈ ഉം ഉം പൂജാപത്ര ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഈ ഗുപ്തന് ചായ ഊതി ഊതി കുടിക്കുന്നതാണ് ഇഷ്ടം എന്ന് പറയുന്നില്ല. ഞാൻ പിന്നെ ഒരു മൂവി ഇങ്ങനെ ഈ അടുത്തൊരു ദിവസം ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി, അതാണ് ശരിക്കും മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. അല്ലെ, നമ്മൾ ആസ്വദിക്കുകയാണ് ചെയ്യുന്ന കാര്യം. അതെ അതെ എന്ത് കാര്യമാണെങ്കിലും ആസ്വദിക്കുക, അതിന്റെ വഴിക്ക് വിടാതെ. താങ്ക് യു അതെ. മാം, നല്ല സെഷൻ ആയിരുന്നു. താങ്ക് യു. Thank you, ma'am. Thank you so much. Actually, your words didn't chase our minds, It attracted peace. ഭയങ്കര പീസ്ഫുൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഭയങ്കരമായിട്ട് താങ്ക് യു. ലഞ്ച് ചെയ്തപ്പം. താങ്ക് യു സോ മച്ച്. നമ്മളിനി സ്വയം സ്വയം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. അപ്പം ശരിക്കും നമ്മളുടെ ഇപ്പൊ ആ മീൻ കൊത്തിയില്ലെങ്കിൽ കുറച്ചു നേരം അവിടെ ആ ഇരേനെ വെച്ചിട്ട് അയാള് വേറെ സ്ഥലത്ത് പോകും എന്ന് പറഞ്ഞ പോലെ ആ ചിന്തകള് മാറി മാറി പോയിക്കോളും. നമ്മള് ആ കലക്കവെള്ളം വെറുതെ വെച്ചേക്കുന്ന പോലെ നമ്മുടെ മനസ്സ് വെക്കുക. അപ്പൊ അതിന് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിനം എല്ലാവർക്കും ആശംസിക്കുന്നു. താങ്ക് യു. എന്തായാലും സജന ഞാൻ താങ്ക് യു. ഇന്നലെ പെട്ടെന്നാണ് ഞാനിങ്ങനെ ഗ്രൂപ്പ് നോക്കിയപ്പോഴാണ് കാണുന്നത് ജാസ്മിൻ മാമിന്റെ മെസ്സേജാണ് കാണുന്നത്. ലാസ്റ്റിൽ ആരും പറഞ്ഞുള്ള പോലെ. അപ്പൊ തന്നെ ഞാൻ ഇഷ്ടം മാമിന് മെസ്സേജ് ഇട്ടപ്പോ അപ്പൊ തന്നെ റിപ്ലൈ കിട്ടി. പോയി കാണാൻ പറ്റി. പുറത്തായിരുന്നു ഞാൻ. കുറച്ചു നേരം കഴിഞ്ഞ് കണ്ടു. അപ്പൊ ഒന്ന് ആലോചിച്ചു. യെസ് പറഞ്ഞു. താങ്ക് യു സജന മാം, എന്റെ കോൺഫിഡൻസ് കുറച്ചും കൂടി കൂട്ടിയതിന്. ഓക്കെ, നമുക്ക് ലീവ് ചെയ്യാം അല്ലേ? ഇനി ആർക്കും പറയാനില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അതെ, ഓക്കെ. താങ്ക് യു ചന്ദ്ര, എല്ലാവർക്കും താങ്ക് യു.